സൂറത്ത് മറിയമിലെ 20 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി 21 എടുക്കേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالت أنى يكون لي غلام ولم يمسسني بشر ولم أك بغيا قال كذلك قال ربك هو علي هين ولنجعله آية للناس ورحمة منا وكان أمرا مقضيا فحملته فانتبذت به مكانا قصيا قال كذلك قال ربك هو علي هين ولنجعله آية للناس ورحمة منا وكان أمرا مقضيا فحملته فانتبذت به مكانا قصيا فقالت أنى يكون لي غلام ولم يمسسني بشر ولم أك بغيا. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. മറിയമ്മിൻ്റെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു സന്താനത്തെ നൽകാനായി നിയോഗിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, എനിക്ക് എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവുക? കാരണം വലം യംസസ്നി ബശറുൻ വലം അക്കു ബഗിയ, ഒരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ലല്ലോ, ഞാനാവട്ടെ തോന്നിവാസിയായ ഒരാൾ അല്ലതാനും. അഥവാ ന്യായമായ വഴിയിൽ സ്പർശിക്കുവാൻ എനിക്കൊരു ഭർത്താവില്ല, അന്യായമായ വഴിയിൽ സ്പർശിക്കുവാൻ ഞാനൊരു തെമ്മാടിയുമല്ല. ന്യായമായോ അന്യായമായോ എന്നെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ടില്ല. കുറച്ച് കുറക്കണം സൗണ്ട്. എന്നിരിക്കെ എനിക്ക് എങ്ങനെയാണ് സന്താനമുണ്ടാവുക എന്ന് അവർ ചോദിക്കുന്നു. അതിന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നൽകുന്ന മറുപടിയാണ് ഈ ഒരു വചനം. ഖാല കദാലികി ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ. ഖാല, അദ്ദേഹം പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ മനുഷ്യരൂപം ഫതമസ്സലഹ ബശറൻ സവിയ്യ എന്ന് പറഞ്ഞല്ലോ, പൂർണ്ണമായ മനുഷ്യനായി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, കദാലികി, അപ്രകാരം തന്നെയാണ്, കാര്യം അങ്ങനെ തന്നെയാണ്, നീ പറഞ്ഞത് ശരിയാണ്. അതായത് പുരുഷ സ്പർശനമില്ല. സാധാരണഗതിയിൽ സന്താനം ഉണ്ടാകണമെങ്കിൽ പുരുഷ സ്പർശനം ഉണ്ടാവേണ്ടതുണ്ട്. അത് ശരിയാണ്, അതൊരു വ്യവസ്ഥയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞു, അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ, കാര്യകാരണ ബന്ധം. അപ്പം അത് ശരിയാണ്, അങ്ങനെ തന്നെയാണ്. ഖാല കദാലികി, അപ്രകാരം തന്നെയാണ്. പക്ഷേ ഖാല റബ്ബുകി, നിന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, വഹുവ അലയ്യ ഹയ്യിൻ, വഹുവ അത് അലയ്യ എൻ്റെ മേൽ ഹയ്യിനുൻ നിസ്സാരമാണ്, എളുപ്പമാണ് എന്ന് നിന്റെ റബ്ബ് പറയുന്നു. വഹുവ അലയ്യ ഹയ്യിൻ, ഹയ്യിൻ എളുപ്പമുള്ളത്, നിസ്സാരമായത് എന്നർത്ഥം. ഹൗന് ഹയ്യിൻ. ഇബാദുർ റഹ്മാൻ ഹൗന, അതിൽ നിന്നാണ് ഹയ്യിൻ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിസ്സാരമായ കാര്യത്തിലൊക്കെ ഹയ്യിൻ എന്ന് പറയാം. അതും ഇത് വെക്കുക, അത് അസ്ലതനാണ്, നിന്യമായത്. അപ്പം റബ്ബ് പറയുന്നു, എനിക്കത്
എളുപ്പമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ആരാണോ വ്യവസ്ഥപ്പെടുത്തിയവൻ അവന് മാത്രമാണ് വ്യവസ്ഥകൾക്ക് മാറ്റം വരുത്താനും വ്യവസ്ഥകൾക്ക് അതീതമായി ചെയ്യാനുമെല്ലാം സാധിക്കുക. അതാണ് ഇവിടെ റബ്ബ് പറയുന്നു എനിക്കെളുപ്പമാണ്. ഇന്നിവിടെ പറയുന്നത് അള്ളാഹു അല്ലാത്തവർക്കും എളുപ്പമാണെന്നാണ്. നമ്മുടെ നാട്ടിൽ പറയുന്നത് അള്ളാഹു അല്ലാത്തവർക്കും അത് എളുപ്പമാണ്. ലോകം മൊത്തം നിയന്ത്രിക്കുന്നവരെ ഇവിടെ കോഴിക്കോട്ട് നിന്നാണെന്ന് പറയുമ്പോൾ അവർക്കെല്ലാം പറ്റും എന്നാണ്. അപ്പം അതില്ല. ബാക്കി എല്ലാവർക്കും പറ്റുക അള്ളാഹു വെച്ച വ്യവസ്ഥ പ്രകാരം മുന്നോട്ട് പോകലേ ഉള്ളൂ. ആ വ്യവസ്ഥകൾക്ക് അതീതമായി വ്യവസ്ഥയെ മറികടന്നുകൊണ്ട് ചെയ്യണമെങ്കിൽ അത് ആരാണോ ഈ വ്യവസ്ഥയെ സംവിധാനിച്ചവൻ അവന് മാത്രമാണ് കഴിയുക. അതാണ് ഈ വചനം ഖാല റബ്ബുക്കി ഹുവ അലയ്യ ഹയ്യിൻ. എൻ്റെ റബ്ബ് പറയുന്നു എനിക്കത് എളുപ്പമാകുന്നു എന്ന് റബ്ബ് പറഞ്ഞിരിക്കുക. അപ്പം അള്ളാഹ്ക്കത് നിസ്സാരമാണ്, ഒരു പ്രയാസവുമില്ല. കാരണം പുരുഷ സ്പർശനം ഉണ്ടാകണം എന്ന വ്യവസ്ഥ അള്ളാഹ് വെച്ചതാണ്, അത് അള്ളാഹ്ക്ക് വേണ്ടി വെച്ചതല്ല. മനുഷ്യനെ ഇവിടെ ജീവിക്കുമ്പോൾ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും സ്വസ്ഥതയും ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് അള്ളാഹുത്തആല ഇവിടെ വ്യവസ്ഥകളെ നിശ്ചയിച്ചത്. ദുനിയാവിൽ അള്ളാഹ് വ്യവസ്ഥ വെച്ചത് പ്രധാനമായും 2 ലക്ഷ്യമാണ്. ഒന്ന്, ഇതൊരു ക്രമമുണ്ടെങ്കിലേ ആളുകൾക്ക് ജീവിതം ഇവിടെ ഒരേ രീതിയിൽ മുന്നോട്ട് കഴിയുള്ളൂ. ഒന്നിനും ഒരു വ്യവസ്ഥ ഇല്ലെങ്കിൽ, കുത്തഴിഞ്ഞ അവസ്ഥയാണെങ്കിൽ എല്ലാം തകർന്നടിയും. ഇവിടെ എവിടെയും ഒരു നിയമം ആവശ്യമാണ്. ഒരു വണ്ടി ഓടിക്കുമ്പോൾ റോട്ടിൻ്റെ ഇന്ന സൈഡ് കൂടി പോകണം എന്ന് നിയമം ഉണ്ടാവും. അങ്ങനെയൊന്നുമില്ല, ഈ കൂടിയും പോകാം എന്നാണെങ്കിൽ ആരും മുന്നോട്ട് പോകില്ല, എല്ലാം കൂട്ടിയിടിച്ച് തകരുകയേ ഉള്ളൂ. അപ്പോൾ എന്തിനും ഉണ്ടൊരു വ്യവസ്ഥ, ഏതിലും ഒരു വ്യവസ്ഥ ഉണ്ട്. ആ വ്യവസ്ഥ തെറ്റിക്കുമ്പോൾ അതൊരു പ്രശ്നമായി കണക്കാക്കപ്പെടും. ദീൻ്റെ നിയമം മാത്രമല്ല, ദുനിയാവിലെ എല്ലാ രംഗത്തും അങ്ങനെയാണ് വ്യവസ്ഥ. അപ്പോൾ അല്ലാഹു തആല ദുനിയാവിൽ ഓരോ കാര്യത്തിലും ഓരോ വ്യവസ്ഥകൾ വെച്ച് തന്നത് മനുഷ്യന് ദുനിയാവിൽ സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടിയാണ്. അല്ല അള്ളാഹ്ക്ക് ആവശ്യം വെച്ചല്ല. ഇവിടെ ഒരു ആണും പെണ്ണും ബന്ധപ്പെട്ടെങ്കിലേ കുട്ടി ഉണ്ടാവുള്ളൂ എന്ന് വെച്ചത് അള്ളാഹുവിന് അങ്ങനത്തെ ഒരു കുട്ടിയെ കൊടുക്കാൻ കഴിയുള്ളൂ എന്നതുകൊണ്ടല്ല. അള്ളാഹ്ക്ക് ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ കുട്ടിയെ സൃഷ്ടിക്കണമെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല. ഇനി ഗർഭാശയം തന്നെ വേണമെന്നില്ല, ഒരു മനുഷ്യനിൽ നിന്ന് തന്നെ ആവണമെന്നില്ല ഒരു കുട്ടി ഉണ്ടാകണത്. ഏത് രൂപത്തിലും അല്ലാഹു തആലാക്ക് ഇവിടെ പുതിയ പുതിയ ആളുകളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊന്നുമില്ലാതെ അള്ളാഹ്ക്ക് ഇങ്ങനെ മരങ്ങൾ മുളക്കണ പോലെ മനുഷ്യന്മാരെ മുളപ്പിച്ചെടുക്കാൻ പറ്റുമോ ചോദിച്ചാലോ? പറ്റും. പിന്നെ എന്തിനാണ് അള്ളാഹ് ഈ വ്യവസ്ഥ വെച്ചത്? അത് മനുഷ്യന് ജീവിക്കാണ്, ഈ ഭൂമിയിലാണ്, അവർ കുടുംബമായി സമൂഹമായി ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് ആ കുടുംബവും സമൂഹവും ആ വ്യവസ്ഥ നിലനിന്ന് പോകണമെങ്കിൽ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും വേണം. അതിനാണല്ലോ വ്യവസ്ഥ വെച്ചത്. ആ വ്യവസ്ഥ തകർക്കാൻ, ആ വ്യവസ്ഥയെ മറികടക്കാൻ അള്ളാഹിനെ കൊണ്ട് എളുപ്പമുള്ള കാര്യമാണ്. കാരണം അള്ളാഹ്ക്ക് ഈ വ്യവസ്ഥ ഒന്നും ബാധകല്ല. കുൻ ഫയക്കുൻ, ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അതുണ്ടാകും. അതാണ് അള്ളാഹുവിൻ്റെത്. ഒരു കാര്യത്തോട് ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശിച്ചാൽ മതി, അതുണ്ടായിത്തീരും. അതിന് വേറെ ഒരു വ്യവസ്ഥയും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മറിയമിൻ്റെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെടണം എന്ന് അള്ളാഹ് ഉദ്ദേശിച്ചാൽ അത് രൂപപ്പെടും. അതിന് വേറൊന്നും ആവശ്യമില്ല. വഹുവ അലയ്യ ഹയ്യിൻ. അത് മറ്റു പലർക്കും കഴിയുന്നു വന്നാലോ, അത് ഔലിയാക്കന്മാർക്കും കഴിയും, അത് മഹാന്മാർക്കും കഴിയും എന്ന് വന്നാൽ പിന്നെ അള്ളാഹുവിൻ്റെ സവിശേഷത പോയി. അള്ളാഹിൻ്റെ സിഫത്ത് അള്ളാഹു അല്ലാത്തവർക്ക് അവിടെ ഉണ്ട് എന്ന് വകവെക്കലായി മാറി. അപ്പോൾ കറാമത്ത് കൊണ്ടോ അല്ലെങ്കിൽ മുഴുവത്ത് കൊണ്ടോ ഒന്നും ആർക്കും അങ്ങനെ ചെയ്യാൻ കഴിയുകയില്ല. അവിടെയാണ് നമ്മൾ കറാമത്തൊന്നും കൊടുത്ത കഴിവല്ല, അത് അള്ളാഹ് നടപ്പാക്കുന്ന കാര്യമാണ് പറയുന്നത്. കറാമത്ത് കൊണ്ടൊരു പക്ഷേ കുട്ടിയിൽ എത്ര കുട്ടി ഉണ്ടായിക്കൂടായില്ല. പക്ഷെ ആ കുട്ടിയെ കൊടുക്കുക എന്നുള്ള കഴിവ് കറാമത്തിനായ ആൾക്കുണ്ടോ? ഇല്ല. അയാൾ ദുആയുടെ ഫലമായി അല്ലാഹു തആല നടപ്പാക്കി കൊടുത്തതായിരിക്കാം, അയാളുടെ ഒരു ആഗ്രഹം അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുത്തതായിരിക്കാം. എന്നല്ലാതെ അയാളുടെ കഴിവായി ആർക്ക് വേണമെങ്കിൽ കുട്ടിയെ കൊടുത്തോ എന്നും പറഞ്ഞാൽ അങ്ങനെ ഒരു സിദ്ധിയായി അല്ലാഹു തആല ഒരാൾക്കും അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തതല്ല. അങ്ങനെ കൊടുത്തു എന്ന് വന്നാൽ അള്ളാഹുവിൻ്റെ കഴിവുകൾ അള്ളാഹു അല്ലാത്തവർക്കും അല്ലാഹ് നൽകി എന്നാണ് അതിനർത്ഥം. അള്ളാഹിൻ്റെ വിശേഷണങ്ങൾ, അവരുടെ സിഫത്തുകൾ റബ്ബല്ലാത്തവർക്കും അല്ലാഹു തആല അനുവദിച്ചു കൊടുത്തു. അപ്പം പിന്നെ അള്ളാഹ്ക്ക് പങ്കുകാരില്ല എന്ന് പറയുന്ന അർത്ഥമില്ല. അള്ളാഹു ഏറ്റവും വലിയ പാപമായി പഠിപ്പിച്ചത് ശിർക്കാണ്. റബ്ബിന് പങ്കുകാരും സ്ഥാപിക്കൽ, അള്ളാഹുവിന് പങ്കു ചേർക്കൽ, അത് വലിയ പാപമായി പറഞ്ഞു. അള്ളാഹു തന്നെ പങ്കുകാരെ സ്വീകരിക്കുകയും നമ്മോട് പിന്നെ പങ്കാളി വെക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്താൽ അത് അർത്ഥമില്ലല്ലോ. അപ്പം റബ്ബിൻ്റെ സിഫത്തുകൾ റബ്ബിന് മാത്രം, അവൻ്റെ പ്രവർത്തികൾ അവന് മാത്രം. വലം യകുൽ ലഹു
കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ല. അതുകൊണ്ട് ഇത്തരം കഴിവുകളെ അള്ളാഹു ഒരാൾക്കും അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യുന്ന ഒരു രീതി ഇല്ല. അത് പ്രപഞ്ച വ്യവസ്ഥയ്ക്ക് തന്നെ എതിരാണ്. അപ്പോൾ ഒന്നാമത്തെ ലക്ഷ്യം അതാണ് വ്യവസ്ഥ വെച്ചത് മനുഷ്യരുടെ സ്വസ്ഥമായി ജീവിക്കണം. രണ്ടാമത് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ ഇവിടെ മുഴുവത്തുകൾ പ്രകടമാകണമെങ്കിലും ഒരു വ്യവസ്ഥ ഉണ്ടാവണം. വ്യവസ്ഥകൾക്ക് അതീതമായി ഒരു സംഗതി കാണിച്ചു കൊടുക്കുമ്പോഴാണ് മനുഷ്യന്മാർക്ക് അത് അത്ഭുതമായി മാറുക. മൂസാ നബി ഇസ്ലാം വടി താഴെ ഇട്ടപ്പോൾ സർപ്പമായി മാറി. ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹ് പറഞ്ഞയച്ച ആളാണ്, തെളിവെന്താ? ഇതാ ഞാൻ വടി താഴത്തേക്ക് ഇടുമ്പോൾ അള്ളാഹ് തന്നെ പാമ്പാക്കി മാറ്റുന്നു. ഇത് എന്തുകൊണ്ട് അത്ഭുതമായി മാറി? ഒരു വടി താഴ്ത്തിട്ട പാമ്പായി മാറുക എന്നത് ഇവിടെ വ്യവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ അതൊരാൾ കാണിക്കുമ്പോൾ അത് അത്ഭുതമാണ്. അത് എൻ്റെ കഴിവാണെന്ന് വാദിച്ചാൽ അയാളിൽ ദൈവികമായ അംശമുണ്ടാകണം. അത് മൂസാ നബി ഇസ്ലാം വാദിക്കുന്നില്ല. പകരം അള്ളാഹ് എന്നെ റസൂലായി നിയോഗിച്ചിരിക്കുന്നു, അതിനുള്ള തെളിവാണിത്. അതാണ് മുഴുവത്ത്. അപ്പോൾ ആൾക്ക് ബോധ്യപ്പെട്ടു, ശരിയാണ്, അല്ലെങ്കിൽ ഇത് കഴിയില്ലല്ലോ. അപ്പോഴാണ് മറുഭാഗത്ത് വാദിച്ചത് ഇത് സിഹിറാണ്, മായാജാലമാണ്. കാരണം മായാജാലം കൊണ്ടും ഇങ്ങനെയൊക്കെ പലതും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് നബി ആയതുകൊണ്ടല്ല, ഇത് മാജിക് കാണിച്ചതാണ്. ഫിർഔൻ പറഞ്ഞു സമാനമായ സിഹിർ നാം കൊണ്ടുവരാം. നീ ചെയ്തിപ്പതല്ലേ, വടി താഴ്ത്തി കിട്ടു പാമ്പായി മാറി, അതുകൊണ്ട് ഇപ്പം നബി ആവശ്യിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സമാനമായത് ഞാനും കാണിക്കാം, നീ ഡേറ്റ് വെച്ചോ. അങ്ങനെയാണ് ഡേറ്റ് നിശ്ചയിച്ചു, സ്ഥലം നിശ്ചയിച്ചു. ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് നല്ല വിദഗ്ധരായ എല്ലാ മജീഷ്യന്മാരെയും ഫിർഔനോടെ കൊണ്ടുവന്നു. ഇന്ത്യയിൽ പോലും ആളെ കൊണ്ടുപോയി എന്ന് ഇബ്നു കസീറൊക്കെ എടുത്തു പറയുന്നുണ്ട്. അന്ന് ഇന്ത്യയിൽ ധാരാളം മജീഷ്യന്മാർ ഉള്ള കാലമാണത്രേ. അപ്പം അന്ന് ഏറ്റവും കൂടുതൽ ആളെ കൊണ്ടായത് ഇന്ത്യയിൽ നിന്നാണ് എന്നൊക്കെ തഫ്സീർ ഇബ്നു കസീർ സൂറത്തുൽ ശുഅറാഇൻ്റെ വ്യാഖ്യാനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും മജീഷ്യന്മാരെ കൊണ്ടുവന്ന് അവരെ വടിയും കയറുമൊക്കെ താഴെയിട്ട് അവയ്ക്ക് ഇഴയുന്നുണ്ട്, സർപ്പമായിട്ടുണ്ട് എന്ന് ഒരു തോന്നിപ്പിക്കൽ അവരവിടെ സ്ഥാപിച്ചെടുത്തു. അപ്പം ഒരു വടി പാമ്പായതുകൊണ്ട് നബിയാകണമെങ്കിൽ ഇതവരൊക്കെ നബിയാകണ്ടേ എന്നാണ് ഫിർഔനോട് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഒന്ന് മായാജാലമാണ്, മറ്റൊന്ന് യാഥാർത്ഥ്യമാണ്. ഒന്ന് മാജിക്കാണ്, കടുങ്കെട്ട്, ചെപ്പടി വിദ്യ, അല്ലെങ്കിൽ പൈശാചികമായ സഹായം കൊണ്ട് അങ്ങനെ ചില തോന്നലുകൾ ഉണ്ടാക്കിയതാണ്. മൂസാ നബിയുടേതാവട്ടെ അല്ലാഹു തആല വ്യവസ്ഥയെ ഉണ്ടാക്കി, അല്ലാഹു തആല വ്യവസ്ഥകൾക്ക് അതീതമായി ഒരു വടിയെ പാമ്പാക്കി മാറ്റിയതാണ്. അതുകൊണ്ടാണ് അവർ ചെയ്തതെല്ലാം പൊളിഞ്ഞു. ഈ സർപ്പം മറ്റു സർപ്പങ്ങളൊക്കെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പം അവർക്ക് ബോധ്യപ്പെട്ടു ഇത് മാജിക്കല്ല, ഇത് റബ്ബിൽ നിന്നുള്ള പ്രവാചകൻ തന്നെയാണ്. അത് ബോധ്യപ്പെട്ടതായിരിക്കാം മജീഷ്യന്മാർക്കാണ്. എന്തുകൊണ്ട്? മാജിക്കിന് എല്ലാ രഹസ്യവും എല്ലാവരേക്കാളും അറിയുക അവർക്ക് തന്നെയാണ്. മൂസാ നബി ചെയ്തത് മാജിക് അല്ല എന്ന് അവർക്കറിയാം. കാരണം അവർ മാജിക്കിൻ്റെ എല്ലാ അങ്ങേയറ്റവും പഠിച്ച മനുഷ്യന്മാരാണ്, അതും ലോകത്ത് പല ഭാഗത്തു നിന്നും വന്നവരാണ്. അപ്പം അവർക്കൊന്നും അറിയാത്ത ഒന്നാണ് ഇവിടെ ചെയ്തത് എങ്കിൽ ഇത് മാജിക് അല്ല. പിന്നെ മൂസാ നബിയുടെ വാദം എന്താ? ഞാൻ അള്ളാഹു റസൂലാണ്, ഇത് അള്ളാഹ് പ്രകടിപ്പിക്കുകയാണ് എങ്കിൽ ആ പറഞ്ഞത് ശരിയാണ്. അതാ മജീഷ്യന്മാർ സുജൂദിലായി വീണു വന്നത്. ഇത് കണ്ടപ്പം മജീഷ്യന്മാരാണ് വിശ്വാസം സ്വീകരിച്ച് സുജൂദിലായി വീണത്. ഒരിക്കലും ബോധ്യപ്പെട്ടത്. സാധാരണക്കാരെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു അമ്പലപ്പം എന്താ സംഭവിച്ചത്? അത് ഫിറഔൻ ഉടനെ അവിടെ നയം മാറ്റി. ഫിറഔൻ പറഞ്ഞു ഇന്നഹു ലകബീറുകുമുല്ലദീ അല്ലമകുമുസ് സിഹ്ർ, നിങ്ങളൊക്കെ സിഹിർ പഠിപ്പിച്ച വലിയവനാകുന്നു ഇവൻ എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നിങ്ങളൊക്കെ സിഹിർ പഠിപ്പിച്ച ആളിവനാണ്. അപ്പം നിങ്ങളൊക്കെ ഇവിടെ ഒത്തുകൂടിയിട്ട് ഒരു നാടകം കളിച്ചതാണ്. അപ്പം ഒരിക്കൊക്കെ പഠിപ്പിക്കാത്ത ഒരു ഐഡിയ പുസ്തകത്തെ എപ്പോഴും ബാക്കിയുണ്ടാവുമല്ലോ, അതാണ് ഇവിടെ പുറത്തേക്ക് എടുത്തത്. അപ്പം സാധാരണക്കാർക്കത് മതി. സാധാരണക്കാരെ സംബന്ധിച്ച് ശരിയാണ്. മജീഷ്യന്മാർക്കറിയാം ഓരെ പഠിപ്പിച്ച ആളല്ല ഇയാൾ. അപ്പം ഫിർഔന്റെ വാദം സാധാരണക്കാർക്ക് പക്ഷെ സംതൃപ്തിയായേക്കാം. മജീഷ്യന്മാർ പറഞ്ഞു ഇല്ല, അതുകൊണ്ട് നീ എന്ത് വിധിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. അപ്പം ഈ മജീഷ്യന്മാർ അതിനു മുമ്പ് ഒരു തൗഹീദ് പ്രഭാഷണം കേട്ടിട്ടില്ല, മൂസാ നബിൻ്റെ ഒരു വാഴതും കേട്ടിട്ടില്ല, ഒന്നുമില്ല. എന്നിട്ടും അവർക്ക് ഇത്രയും ഉറച്ച വിശ്വാസം കിട്ടി ഈ മുഴുവത്ത് ബോധ്യമായപ്പോൾ. അപ്പോൾ ഇവിടെ വ്യവസ്ഥ ഉണ്ടായത് കൊണ്ടാണ്
വ്യവസ്ഥകൾക്ക് അതീതമായ കാര്യം കാണിക്കാൻ പറ്റുന്നത്. ഒരു വ്യവസ്ഥയും ഇല്ലെങ്കിലോ പിന്നെ മുഴുസത്ത് ഇവിടെ പ്രകടിപ്പിക്കാൻ പറ്റുന്നല്ലോ. ഒരു കാര്യം മുഴുസത്തായി കാണണമെങ്കിൽ അല്ലാത്ത ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകണം. അതിൽ ഉണ്ടെങ്കിലേ വ്യവസ്ഥ കാണിക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും റബ്ബ് പറയുന്നു ഹുവ അലയ്യ ഹയ്യിൻ, അതെനിക്ക് എളുപ്പമാണ് എന്ന് നിൻ്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. അപ്പം റബ്ബിനാണത് എളുപ്പം, റബ്ബല്ലാത്തവർക്കത് കഴിയില്ല, അവരെ കൊണ്ട് പറ്റുന്ന കാര്യവുമല്ല. വലിനജ്അലഹു ആയത്തൻ ലിന്നാസി വറഹ്മത്തൻ മിന്നാ. വലിനജ്അലഹു, ആ കുട്ടിയെ നാം ആക്കുവാൻ വേണ്ടിയുമാകുന്നു. വലിനജ്അലഹു, ജഅല യജ്അലു പലപ്പോഴായി പഠിച്ച പദമാണ്. വലിനജ്അലഹു, നാം ഇവനെ ആക്കുവാൻ വേണ്ടിയും, ആയത്തൻ ലിന്നാസ്, ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തമാക്കുവാൻ വേണ്ടി കൂടിയാകുന്നു. ആയത്ത് ദൃഷ്ടാന്തം, അതാണ് ദൃഷ്ടാന്തം. ആയത്ത് ഇങ്ങനെ ഒരു അത്ഭുതമായ ജന്മം. അപ്പം ഈസാ നബിയുടെ ജന്മം തന്നെ അത്ഭുതമായി മാറി. ആ മുമ്പ് 2 ക്ലാസ് മുമ്പ് പറഞ്ഞു, സൃഷ്ടിപ്പിൽ 3 അത്ഭുതമാണ് കാണിക്കാൻ പറ്റുക. മനുഷ്യ സൃഷ്ടിപ്പിൽ കാണിക്കാവുന്ന അത്ഭുതങ്ങൾ 3. വ്യവസ്ഥ എന്താണ്? ആണും പെണ്ണും ബന്ധപ്പെട്ട് പുതിയ കുട്ടി ഉണ്ടാവുക, അതാണ് വ്യവസ്ഥ. ഈ വ്യവസ്ഥയെ ലംഘിക്കുമ്പോൾ 3 രൂപത്തെ ലംഘിക്കാൻ പറ്റുള്ളൂ. ഒന്നൊരാണും പെണ്ണും ഇല്ലാതെ ഒരു മനുഷ്യൻ ഉണ്ടാവുക, അപ്പം അത് ദൃഷ്ടാന്തമാണ്. 2, പെണ്ണില്ലാതെ ഒരു ആണിൽ നിന്ന് മാത്രം മറ്റൊരാൾ ഉണ്ടായി വരിക, അതും ദൃഷ്ടാന്തമാണ്. 3, ആണില്ലാതെ പെണ്ണിൽ നിന്ന് മാത്രം മറ്റൊരാൾ ജനിക്കുക, അതും ദൃഷ്ടാന്തമാണ്. ഇത് 3 കാണിക്കാൻ പറ്റുള്ളൂ, ബാക്കിയൊക്കെ വ്യവസ്ഥയാണ്. ഈ 3 അല്ലാഹു തആല കാണിച്ചു, 3 അത്ഭുതമായിക്കൊണ്ട്. ആദം നബിയെ പടച്ചു ഒരാണും പെണ്ണുമില്ലാതെ, ഒരാണിൽ നിന്നോ പെണ്ണിൽ നിന്നോ അല്ലാതെ ആദം നബിയെ പടച്ചു. അപ്പോൾ ആ സൃഷ്ടിപ്പൊരു ദൃഷ്ടാന്തമാണ്, അത്ഭുതമാണ്. പിന്നീട് ഹവ്വാ ബീവിയെ പടച്ചു ആദം നബിയിൽ നിന്ന് മാത്രം, മറ്റൊരു പെണ്ണില്ലാതെ ആദം നബിയിൽ നിന്ന് മാത്രം വാരിയെല്ല് കൊണ്ട് അല്ലാഹു തആല പടച്ചു. അപ്പോൾ അള്ളാഹ്ക്ക് അതും എളുപ്പമാണ്. അള്ളാഹിനെ സംബന്ധിച്ച് എല്ലാം എളുപ്പമാണ്. ഈ വ്യവസ്ഥകളൊന്നും അള്ളാഹുവിന് ബാധകമല്ല. അപ്പം അത് ദൃഷ്ടാന്തമാണ്. 3, ഇപ്പം ഈസാ നബിയെ സൃഷ്ടിച്ചു ഒരു പെണ്ണിൽ നിന്ന് മാത്രം, ആണില്ലാതെ, അതും ഒരു ദൃഷ്ടാന്തമാണ്. വലിനജ്അലഹു ആയത്തൻ ലിന്നാസ്. അപ്പം ഇതൊരു ആയത്ത്. ബാക്കി മനുഷ്യന്മാരൊക്കെയോ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, ആ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് ബാക്കി എല്ലാ സ്ത്രീ പുരുഷന്മാരെയും അല്ലാഹു തആല ഇവിടെ വ്യാപിപ്പിച്ചിരിക്കുന്നത്. സൃഷ്ടിപ്പിൽ ഉണ്ടാകാവുന്ന അത്ഭുതങ്ങൾ 3, ആ 3 അല്ലാഹു തആല ഇവിടെ നടപ്പാക്കി. അതും 3 അത്ഭുതമായി ഇന്നും നിലനിൽക്കുന്നു. അല്ലാത്ത ഇതൊന്നും ഒരു അത്ഭുതമായി കാണുന്നില്ല. ഒരു സ്ത്രീ ഗർഭമുണ്ട് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അത്ഭുതം എന്നാലും പറയില്ലല്ലോ, അത് വ്യവസ്ഥയാണ്, ഈ നാട്ടിലെ ഒരു സിസ്റ്റമാണ്. അതാണ് വലിനജ്അലഹു ആയത്തൻ ലിന്നാസ്, ആ കുട്ടിയെ നാം ആളുകൾക്കൊരു ദൃഷ്ടാന്തമാക്കുവാനും വേണ്ടിയാകുന്നു. വറഹ്മത്തൻ മിന്നാ, അതോടൊപ്പം വറഹ്മത്തൻ കാരുണ്യമായി കൊണ്ടും, മിന്നാ നമ്മിൽ നിന്നുള്ള ഒരു റഹ്മത്തുമാണ്, കാരുണ്യവുമാണ് അത്. ഈസാ നബി ഇസ്ലാം ഒരു റഹ്മത്താണ്. അത് വിശ്വാസികൾക്ക് പിന്നീട് തൗഹീദ് പഠിപ്പിക്കാൻ, ഇഞ്ചിയിലുമായി വരാൻ ഒക്കെ നിമിത്തമായി ധാരാളം മനുഷ്യന്മാർക്ക് ഹിദായത്ത് കിട്ടാൻ, ഇസ്ലാമിലേക്ക് വരാൻ ഒക്കെയുള്ള കാരണമായി അത് മാറി. അപ്പം കേവലം ഒരു കുട്ടിയല്ല, പ്രവാചകനാകുന്ന ഒരു കുട്ടിയാണ് അല്ലാഹു തആല നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നബി വരിക എന്നത് ഉമ്മത്തിന് ഏറ്റവും വലിയ റഹ്മത്താണ്. ഒരു പ്രവാചകൻ്റെ വരവ് ആ നാട്ടിൽ അല്ലാഹു നൽകുന്ന റഹ്മത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, നബിയെ നിയോഗിച്ചത് ലോകർക്ക് മുഴുവൻ റഹ്മത്തായിക്കൊണ്ടാണ്. ഒരു നാട്ടിലേക്ക് നബി നിയോഗിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ റഹ്മത്താണ് ഒരു പ്രവാചകൻ്റെ നിയോഗമെന്നത്. വലിനജ്അലഹു ആയത്തൻ ലിന്നാസി വറഹ്മത്തൻ മിന്നാ, നമ്മുടെ വക്കിൽ നിന്നുള്ള കാരുണ്യമായിക്കൊണ്ടും ജനങ്ങൾക്ക് ദൃഷ്ടാന്തമായിക്കൊണ്ടുമാണ് നാം ഈ ഒരു ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത്. വകാന അംറൻ മഖ്ദിയ, വകാന അതായിരിക്കുന്നു, അംറൻ അതൊരു കാര്യമാണ്, മഖ്ദിയ വിധിക്കപ്പെട്ട, ഖദാ ചെയ്യപ്പെട്ട കാര്യമാകുന്നു. അത് ഇനി അതിൽ മാറ്റമില്ല. വകാന അംറൻ മഖ്ദിയ, ഖദാ, മഖ്ദി, ഖദാ എന്ന് പറഞ്ഞാൽ തീരുമാനം അല്ലെങ്കിൽ വിധി, അതിലാണ് മഖ്ദി എന്ന് പറഞ്ഞത്. ഖദാ വിധി, മഖ്ദി
വിധിക്കപ്പെട്ടത്. വകാന അംറൻ മഖ്ദിയ, അത് ഖളാ ചെയ്യപ്പെട്ട വിധിക്കപ്പെട്ട ഒരു കാര്യമാകുന്നു. മഖ്ദി ഖാദി വിധിക്കുന്നവൻ, മഖ്ദി വിധിക്കപ്പെട്ടത് എന്നർത്ഥം. ഖാദി വിധിക്കുന്നതാണ്. ഖാദിമാർ എന്ന് പറയുന്നത് വിധിക്കുന്നവരാണ്. ഒരു കാര്യത്തിൽ ഇസ്ലാമികമായ തീരുമാനം എന്താണ് എന്ന് പഠിച്ച് മനസ്സിലാക്കി അത് പ്രകാരം വിധി പറയുന്ന ആൾക്കാണ് ഖാദി എന്ന് പറയുക. ഭാഷാപരമായി ഏത് വിധി പറയുന്ന ആൾക്കും ഖാദി എന്ന് പറയാം. ഫഖ്ദി മാ അൻത ഖാദ്, ഫിർഔനോട് മജീഷന്മാരെ പറഞ്ഞ വാക്ക് ഫഖ്ദി മാ അൻത ഖാദിൻ, നീ എന്താണോ വിധിക്കുന്നത് അതിനെ വിധിച്ചോ. ഫഖ്ദി, നീ വിധിച്ചോ. മാ അൻത ഖാദി, നീ എന്താണോ വിധിക്കുന്നത് അതിനെ വിധിച്ചോ. അവിടെ ഫിർഔനെ പറ്റിയാണ് ഖാദി എന്ന് പറഞ്ഞത്. കാരണം ഫിർഔൻ ഒരു വിധി പ്രഖ്യാപിച്ചു, വിശ്വസിച്ചവരെ മുഴുവൻ കയ്യും കാലും വിട്ടും അതേപോലെ മരത്തിൽ ക്രൂശിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ വിധിയെ അടിസ്ഥാനമാക്കിയാണ് ഖാദി എന്നവിടെ ഫിർഔനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഭാഷാപരമായി ഏത് വിധിക്കുന്നവനും ഖാദി, ഖളാ എന്ന് പറയാം. അതേസമയം സാങ്കേതികമായി ഉപയോഗിക്കുന്നത് ഇസ്ലാമികമായ ഖാദിമാർ എന്ന് പറഞ്ഞാൽ ഒരു മതപരമായ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ഒരു തീരുമാനം പറയുന്ന ആൾക്കാണ് ഖാദി എന്ന് പറയുക. സ്വഹാബിമാരുടെ കാലം മുതൽ ഖാദി സംവിധാനമുണ്ട്. ഖലീഫമാരുടെ കാലത്ത് തന്നെ ഖാദി എന്ന വ്യവസ്ഥ അവർ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു നാട്ടിലേക്കും പ്രത്യേകമായ ഖാദിമാരെ അവർ നിയോഗിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ആ പ്രശ്നം അവർ തീർപ്പ് കൽപ്പിക്കാൻ, അതൊരു തീരുമാനം പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനമായിരുന്നു അന്നത്തെ ഖാദിമാർ. ഇന്നും ലോകാടിസ്ഥാനത്തിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ടു പോകുന്ന രീതിയാണ് ഖാദി സംവിധാനം എന്നത്. ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ അവിടുത്തെ പിന്നെ ഇസ്ലാമിക രാജ്യമായി ഇസ്ലാമിക കോടതി ഉണ്ടായി. അവിടെ കോടതിയാണ് പിന്നെ അതിന് ഒരു അവസാന വാക്ക് പറയുക. ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് കോടതി വിധി പറയും. ഗ്രാൻഡ് മുഫ്തിയാണ് സുപ്രീം കോടതിയിലെ ഏറ്റവും വലിയ ജഡ്ജിയായിട്ട് അവിടെ കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹമാണ് അവസാനത്തെ വിധി പറയേണ്ട ആൾ. അംറൻ മഖ്ദിയ, അത് തീരുമാനിക്കപ്പെട്ട കാര്യമാകുന്നു എന്നാണ്. അപ്പം ഇനി അതിൽ മാറ്റേണ്ട ഒരർത്ഥം, അത് അല്ലാഹു തആല നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇനി അതിൽ മാറ്റുന്ന പ്രശ്നമില്ല എന്നാണ് ഇവിടെ മലക്ക് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും അത് ബോധ്യമായി, മറിയമിനും ബോധ്യമായി അള്ളാഹിൻ്റെ വിധിയാണ്, ഖളാ ആണ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ചോദ്യം ചെയ്യലോ അതിന് നിഷേധിക്കുകയൊന്നുമില്ലല്ലോ. അപ്പം പിന്നെ അതിനോട് മാനസികമായി പൊരുത്തപ്പെടൽ മാത്രമേ പറ്റുകയുള്ളൂ. അങ്ങനെ ഫഹമലത്ത് ബിഹി, അതാണ് അടുത്ത വചനം. ഫഹമലത്തുഹു, അങ്ങനെ അവർ ആ കുട്ടിയെ ഗർഭം ചുമന്നു. ഫഹമലത്തുഹു, ഹമല വഹിച്ചു എന്നാണ് നേരെ വാക്കർത്ഥം. ഹമല ഗർഭം ചുമന്നു എന്ന അർത്ഥത്തിൽ ഹമല എന്ന പദം ഉപയോഗിക്കാറുണ്ട്. ഹമലത്ത്, മറിയം ഗർഭിണിയായി, അവൾ ഗർഭം ചുമന്നു. ഹമലത്ത്, അവൾ ഗർഭം ചുമന്നു. ഹമല, ഹാമിൽ ഗർഭിണി, ഹാമിൽ ഗർഭിണി എന്നാണ്. ചോക്കുന്നില്ലേ? ഹമല നേരെ വാക്കർത്ഥം ചുമന്നേ ഉള്ളൂ, വഹിച്ചു, ചുമന്നു. ചുമടിച്ച് പോണതിനും ഹമല എന്ന് പറയാം, ചുമട് വഹിക്കുക എന്നതിന് ഹമല. പക്ഷെ ഹമല സാധാരണ ഉപയോഗിക്കാറുള്ളത് ഗർഭം ചുമന്ന, ഹമലത്തുഹു ഉമ്മുഹു ഖുർആൻ ഉപയോഗിച്ചല്ലോ. ഹമല ചുമന്നു അല്ലെങ്കിൽ ഗർഭം ചുമന്നു. ഹമല പറയും, ചുമട്ടുകാർക്ക് പറയും. ഹാമിൽ ഗർഭിണി, ഹാമിലത്തുൻ എന്ന് ഉപയോഗിക്കില്ല, ഹാമിൽ എന്ന് മതി. കണക്ക് പ്രകാരം ഹാമിലത്ത് വേണം, പെണ്ണാണല്ലോ. പക്ഷെ ആണിലില്ലാത്തതുകൊണ്ടാണ് പിന്നെ പെണ്ണ് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലാന്ന്. ആണ് ഗർഭം ചുമക്കൂലല്ലോ, ആകെ ആണിന് ഗർഭമുണ്ടായത് മമ്പുറത്ത് മാത്രമാണ്. അത് മൂച്ചി കൊടുത്തു ചെയ്തു ഉപയോഗിക്കും. അത് പിന്നെ ആമിലാണ്, ഇതല്ല, അത് അല്ല ഐനാണ്. ആമിൽ വർക്കർ, ജോലിക്കാരൻ, അത് ഐനാണ്. അമൽ ചെയ്യുന്ന ആളാണ് ആമിൽ. ഇത് ഹാമിൽ. അപ്പം ഹാമിൽ ഗർഭിണി. അപ്പം ഈ പദത്തിൻ്റെ പ്രത്യേകതയാണ് ഇതിന് താ കൊടുക്കൂല.
ഹാമിലത്ത് എന്ന് പറയുന്നത്. അതേപോലെ മുർലിഅത്ത് പറയാം, പക്ഷെ മുലയൂട്ടുന്നവൾ എന്നാണ്. മുലയൂട്ടുന്നവൻ എന്ന് പറയില്ല, മുലയൂട്ടുന്നവൾ. കാരണം സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമായതുകൊണ്ട് അതിന് പിന്നെ പുല്ലിംഗം സ്ത്രീലിംഗം എന്നുള്ള വേർതിരിവിന് പ്രസക്തിയില്ല. അവിടെ ഹാമിലത്തിന് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഹാമിൽ എന്ന് പറഞ്ഞാൽ തന്നെ ഗർഭിണി സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുക. എന്നപോലെ ഖുർആൻ ഉപയോഗിച്ച പദങ്ങളൊക്കെ രണ്ടും മുലയൂട്ടുന്നവൾ എന്നർത്ഥം. ഹാമിൽ ഗർഭിണി, ഹംല് അത് ഹമലത്ത് എന്നാണ്. ഹമല ഫെയിലായിട്ട് ഉപയോഗിച്ചു, ഹമല ഫെയിലായി വന്നു. ഫെയിലായി വരുമ്പോൾ എന്തായാലും ഫൈലൊപ്പിച്ച് അവിടെ മുഅന്നസിന് താഴെ കൊടുക്കും. അതാണ് ഹമലത്ത് ഹു എന്ന് പറഞ്ഞത്. ഗർഭം ചുമന്നു എന്നാണല്ലോ. ഹമല ആണിനും പെണ്ണിനും ഉപയോഗിക്കാം. ഹമല എന്നുള്ള പദം ഫെയിലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഗർഭം ചുമക്കൽ മാത്രമല്ല, അല്ലാത്തതൊക്കെ ഉപയോഗിക്കാമല്ലോ. അപ്പം ഹമല ഫെയിലാണ്. ആ ഫെയിൽ വരുമ്പോൾ ഹമലത്ത് എന്ന് താഴ് സ്ത്രീകൾക്ക് കൊടുത്തു എന്ന് മാത്രം. ഫഹമലത്ത് ഹു, അങ്ങനെ അവൾ അവനെ ഗർഭം ചുമന്നു. ഹമലത്ത് അവൾ, മറിയം ബീവി ഗർഭം ചുമന്നു. ഹു അവനെ, ആ കുട്ടിയെ ഗർഭം ചുമന്നു. ഫഹമലത്ത് ഹു, അങ്ങനെ അവർ ഗർഭം ചുമന്നു. ഫന്തബദത് ബിഹി മകാനൻ ഖസിയ്യാ. ഫന്തബദത് ബിഹി, അങ്ങനെ ഫന്തബദത് അവൾ മാറി നിന്നതാ. ഇൻതബദ കുറച്ചങ്ങോട്ട് മാറിപ്പോയി എന്ന അർത്ഥത്തിലാണ് ഇൻതബദ, കുറച്ച് ദൂരെ പോവുക. ഇബ്തഅദ, ഇൻതബദത് അവിടെയൊക്കെ തന്നെ അവിടെ പിന്നെ ഒഴിഞ്ഞു മാറി നിൽക്കുക. നമ്മൾ പഠിച്ചു മതി, ഇതിൽ വന്നു. ഇൻതബദത് മിൻ അഹ്ലിഹ മകാനൻ ശർഖിയ്യ, വിട്ടു നിൽക്കുക, മാറി നിൽക്കുക. ഇൻതബദ നബദ കൈയൊഴിയുക എന്നർത്ഥമുണ്ട്, മാറി നിൽക്കുക അർത്ഥമുണ്ട്. നമ്മൾ അന്ന് പറഞ്ഞു, എഴുതിയതാണ്, രണ്ട് മാസം മുമ്പ് എഴുതി വെച്ചതാണ്. ബറാഅത്ത് ഉത്തരവാദിത്വം ഒഴിവാകലാണ്. ബറാഅത്തിൽ ഒരാളിൽ നിന്ന് ഉത്തരവാദിത്വം ഒഴിഞ്ഞു പോകുന്നത്. ഇതല്ല, ഇത് സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനാണ് ഇൻതബദ നബദ, കൈയൊഴിയുക, ഒഴിവാക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഫനബദൂഹു വറാഅ ളുഹൂരിഹിം, അല്ലാഹുവിന്റെ കിതാബ് കൊടുത്തവർ ഫനബദൂഹു, ആ കിതാബിൽ അവർ ഒഴിവാക്കി. വറാഅ ളുഹൂരിഹിം, അതെ ജന്നബ ആ അർത്ഥം തന്നെയാണ്. ജന്നബ തറക്ക ഇബ്തഅദ, ഇവിടെ ശരിക്ക് ഇബ്തഅദയാണ്. ഇൻതബദ ശരിക്ക് ഇബ്തഅദ, ദൂരത്താവുക, ഒന്നിൽ നിന്ന് കുറച്ച് മാറി കുറച്ച് അപ്പുറത്തേക്ക് ദൂരേക്ക് മാറി നിൽക്കുന്നതിനാണ് ഇൻതബദ എന്ന പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫന്തബദത് ബിഹി, അവരെയും കൊണ്ട്, ആ ഗർഭവും കൊണ്ട് അവൾ വിട്ടു നിന്നു, മാറി നിന്നു. മക്കാനൻ ഖസിയ്യാ, മക്കാനൻ ഒരു സ്ഥലത്തേക്ക്, ഖസിയ്യാ ഇപ്പം അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് അവർ അതുമായി ഒരു ഗർഭിണിയായല്ലോ. സ്വാഭാവികമായും കറാമത്താണ് എന്നൊക്കെ പറയാം. പക്ഷെ നാട്ടിനെ സംബന്ധിച്ച് അതൊന്നുമില്ല. ഒരു വിവാഹം കഴിക്കാത്തൊരു പെണ്ണ് അവൾ ഗർഭിണിയായി ഇതുവരെ പള്ളിക്കൽ അവിടെ പ്രത്യേക ഒരു മറയൊക്കെ കെട്ടി ഒരു വലിയ ഇബാദത്തിൽ കൂടിയാണ് ഇപ്പോൾ ഗർഭമുണ്ടായി വന്നിരിക്കുന്നു. സ്വാഭാവികമായും ആളുകൾ മറ്റു പലതും ആക്ഷേപവാക്കുകൾ ചൊരിയും, ഒരുപാട് പ്രയാസങ്ങൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ ഒരു മാനസികാവസ്ഥ, വല്ലാത്തൊരു പ്രയാസം അവർക്കതുകൊണ്ട് ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അവർ ജനങ്ങളിൽ നിന്ന് മാറി മറ്റൊരു ഭാഗത്തേക്ക് മാറിയത് എന്നാണ് പൊതുവെ തഫ്സീറിലൊക്കെ മനസ്സിലാകുന്നത്. ഒന്ന് കാരണം പല കാരണങ്ങളാൽ, പിന്നെ ഒരു പക്ഷേ പള്ളിയിൽ നിന്ന് ഒന്ന് വിട്ടുക്കുക എന്നുള്ളത് ഉണ്ടാവാം, അല്ലെങ്കിൽ ആളുകൾ ആക്ഷേപം പറയുന്നതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് പറയും, ആളുകൾ എന്ത് ചോദിക്കും എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെയുള്ള പ്രയാസം കൊണ്ട് കൂടിയായിരിക്കാം ഒരു പക്ഷേ അവരങ്ങനെ മാറി നിന്നത്. അതാണ് മക്കാനൻ ഖസിയ്യ, ഖസ അക്സ, ഒരു കുറച്ച് അപ്പുറത്തുള്ള ഒരു ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് അവർ മാറി താമസിച്ചു. ശരിക്ക് ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് വിട്ട് മറ്റൊരു ഭാഗത്തേക്ക് അവർ താമസം മാറി എന്നർത്ഥം. അതാണ് ഫഹമലത്തുഹു ഫന്തബദത് ബിഹി മക്കാനൻ ഖസിയ്യ, ദൂരെയുള്ള സ്ഥലത്തേക്ക് അവർ വിട്ട് താമസിച്ചു എന്നാണ് നേരെ അർത്ഥം പറയാവുന്നത്. അപ്പോൾ അവർ ഗർഭിണിയായി മാറി. ഇനി ആ ഗർഭത്തിൻ്റെ കാലാവധി എത്രയാണ്? തഫ്സീറിൽ പല ചർച്ചയും കാണാം. ഇവിടെ അല്ലാഹ് മലക്ക് വന്നതും സന്തോഷ വാർത്ത അറിയിച്ചതും നേരെ ഗർഭമുണ്ടായതുമാണ് പറയുന്നത്. അടുത്ത ആയത്ത് ഫജാഅൽ മഖാൽന, അവർക്ക്
പ്രസവവേദന വന്നു. അപ്പോൾ ഇതെല്ലാം ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞവരുണ്ട്. അതല്ല സാധാരണ പോലെ തന്നെ ഒരു സാധാരണ സ്ത്രീയുടെ ഗർഭകാലം ഒക്കെ പൂർത്തിയായി സാധാരണ പ്രസവം പോലെ തന്നെയാണ് പ്രസവമുണ്ടായത് എന്നാണ് പൊതുവെ നമുക്ക് മനസ്സിലാകുന്ന ശൈലി. എന്നാൽ ഈ ബാഹ്യമായ പ്രയോഗങ്ങൾ വെച്ചുകൊണ്ട് പല മുഫസ്സികളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഗർഭകാലം ഇതൊന്നും അധികം ഉണ്ടായിട്ടില്ല, ഗർഭമുണ്ടായി അധികം വൈകാതെ അപ്പോൾ തന്നെ പ്രസവിക്കുകയും ചെയ്തു എന്നൊക്കെ പറയുന്നു. അല്ലാഹു അഅലം. ഇതെന്നാലും അങ്ങനെ ആണെന്ന് പറയാൻ നമുക്ക് വ്യക്തമായി തെളിവുകളൊന്നുമില്ല. ഖുർആൻ്റെ ഈ പ്രയോഗങ്ങളിൽ നിന്നാണ്, അതിനിടയ്ക്ക് വേറൊന്നും പറയാതെ ഇതിങ്ങനെ ഒന്നായി പറഞ്ഞു പോയ ഖുർആൻ്റെ ലോഹിർ, ആ ലോഹിർ പ്രകാരം അങ്ങനെ മനസ്സിലാകുന്നു എന്നാണ് അവരൊക്കെ പലരും പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അഅലം. ആയിരിക്കണം. അത് എന്താ പേര് വരാൻ കാരണം അത് അതിനാവണമെന്നില്ല. അർത്ഥം അങ്ങനെ ഉണ്ട്. അക്സനാൽ ദൂരത്തുള്ള അങ്ങേയറ്റത്തെ, റജുലുമിൻ അക്സൽ മദീന എന്നൊക്കെ പറഞ്ഞല്ലോ, പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്തിൽ നിന്ന് ഒരാൾ വന്നു എന്നൊക്കെ പറഞ്ഞ അക്സ. അതാണ് ഇവിടെയും മക്കാനൻ ഖസിയ്യ എന്ന് പറഞ്ഞത്. ദൂരത്തുള്ള ഒരു സ്ഥലത്തേക്ക് അവർ മാറി താമസിച്ചു. അല്ലാഹു അഅലം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال كذلك قال ربك هو علي هين ولنجعله آية للناس ورحمة منا وكان أمرا مقضيا فحملته فانتبذت به مكانا قصيا.